കേരളത്തിൽ 6 ഋതുക്കളുണ്ട്. അവ മനുഷ്യജീവിതത്തെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നവയാണ്. ഓരോ ഋതു കടന്നുവരുമ്പോഴും ജീവിതരീതിയിലോ ആഹാരശീലങ്ങളിലോ ചില മുന്നൊരുക്കങ്ങളോ മാറ്റങ്ങളോ നാം നടത്താറുണ്ട്. 6 ഋതുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം, ശിശിരം എന്നിവയാണവ. മലയാള മാസങ്ങളായ കുംഭം, മീനം, മേടം, ഇടവത്തിൻ്റെ പകുതി എന്നിവ നമുക്ക് ഗ്രീഷ്മകാലമാണ്, അതായത് വേനൽക്കാലം, നമ്മുടെ അവധിക്കാലം. നമ്മുടെ നാട്ടിൽ ചക്കയും മാങ്ങയുമെല്ലാം ധാരാളമായി ലഭിക്കുന്ന കാലമാണിത്. ഈ കാലത്ത് ചില സ്ഥലങ്ങളിലെങ്കിലും ജലദൗർലഭ്യം അനുഭവപ്പെടാറുണ്ട്. ഇടവമാസത്തിൻ്റെ 2ാം പകുതിയോടെ, അതായത് ഇടവപ്പാതിയോടെ ആരംഭിക്കുന്ന വർഷകാലം തുലാം വരെ നീണ്ടുനിൽക്കും. ഇടവപ്പാതിയുടെയും തുലാവർഷത്തിൻ്റെയും ഇടയിലായി ശരത്കാലം വരുന്നു. നമ്മുടെ ഓണക്കാലമാണിത്. ചെടികൾ പൂക്കുകയും മാനം തെളിയുകയും ചെയ്യുന്നു. ഈ കാലത്തെ കേരളത്തിൻ്റെ ഉപവസന്തമെന്നും പറയാറുണ്ട്. പിന്നീട് വൃശ്ചികം, ധനു, മകരം എന്നീ മാസങ്ങളിലായി ഹേമന്തം, അതായത് മഞ്ഞുകാലം അനുഭവപ്പെടുന്നു. ഹേമന്തം കഴിഞ്ഞാൽ ശിശിരകാലമാണ്. ഈ ഋതുവിൽ കൊടും തണുപ്പും ശീതക്കാറ്റും ഉണ്ടാകും. ഇലകൾ കൊഴിയുന്നതും കായ്ക്കനികളും പൂമ്പൊടിയും കാറ്റിൻ്റെ കൈകളാൽ വിതരണം ചെയ്യുന്നതും ഇക്കാലത്താണ്. ഗ്രീഷ്മകാലത്തിൻ്റെ തൊട്ടുമുന്നിലോ തുടക്കത്തിലോ വസന്തകാലം വരുന്നു. മരങ്ങൾ പൂക്കുകയും തളിർക്കുകയും ചെയ്യുന്നത് അപ്പോഴാണ്.